ഈ ഹദീസ് ഖുർആന് എതിരാണ് എന്ന് 1400 കൊല്ലങ്ങൾക്കിടയിൽ രേഖപ്പെടുത്തിയ അഹ്ലുസുന്നയുടെ ഒരാളെ പറയൂ, ഒരൊറ്റാളെ പറയൂ, പറയാൻ കഴിയില്ല. ഈ ഹദീസ് മുഴുവൻ അംഗീകരിച്ചവരാണ് അഹ്ലുസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരും. എണ്ണി 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 പറഞ്ഞു. നേരത്തെ മനസ്സിൽ പറഞ്ഞല്ലോ, 70 പണ്ഡിതന്മാരും നിരത്തി എണ്ണി. ഇവരൊക്കെ ഈ ഹദീസ് അംഗീകരിച്ചവരാണ്. എന്നാ തള്ളിയ ഒരാളെ പറയൂ ഇല്ല. അപ്പം എന്തിനാ പണ്ഡിതന്മാർ? അപ്പം എന്ത് മനസ്സിലാക്കുക? അവരാരും പറഞ്ഞതല്ല ഇവർ പറയുന്നത്. ഇവർ പുതിയ വാദം പറയാണ്, സ്വന്തമായി ഉണ്ടാക്കിയതാണ്. അതിന് മുൻഗാമികളെ പാരമ്പര്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് മുഅ്തസിലി പാരമ്പര്യമാണ്. അവിടെ ഈ റൂട്ടിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഖുർആനിനെയും തള്ളേണ്ടി വരും. ഖുർആനിനെയും തള്ളേണ്ടി വരും എന്നല്ല തള്ളി. നേരത്തെ മൈസൂർ വിശദീകരിച്ച എത്ര ആയത്തുകൾ അവർ ആ നിലക്ക് തെറ്റായി വ്യാഖ്യാനിച്ചു. സുയാസീൻ ആയത്ത് ബദൽ മലക്കൽ കിട്ടില്ല എന്ന് പറയാൻ, മലക്ക് യുദ്ധം ചെയ്യില്ല എന്ന് പറയാൻ, നാം ആകാശത്ത് സൈന്യത്തൊന്നും ഇറക്കിയിട്ടില്ല. തഫ്സീർ എന്താറിയോ? ആകെ ജിബ്രീൽ മാത്രം വന്നു. അതിന് പറയാൻ സൈന്യമൊന്നും എൻ്റെ ആവശ്യമില്ല. ഒറ്റ മലക്ക് വന്നാൽ തന്നെ മതി ഓല തീരാൻ. ഓല അത്രയേ ഉള്ളൂ ആയത്ത്. അതാണ് എന്താക്കിയത്? മലക്കാർ യുദ്ധം ചെയ്യില്ല ഖുർആൻ പറയുന്നു എന്താക്കി മാറ്റിയത്. സിറാത്ത് പാലമില്ലാതെ ആയത്തിന് വ്യക്തമാകുന്നു എന്ന് മാത്രമല്ല, ഇവിടെ പ്രസംഗിച്ച ജാബിർ റഹ്മാനിയാണല്ലോ അവിടെ കരിപ്പൂർ സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഖുർആന്റെ ആയത്ത് പോലും കേട്ടാൽ അത് അങ്ങനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കേട്ടോളാ ക്ലിപ്പ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ്. അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 25-ാം അധ്യായത്തിലെ 73-ാമത്തെ വചനത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുന്നുണ്ട്. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഅംയാന. ഈ പദത്തിന്റെ താൽപര്യം നിങ്ങൾ അന്ധമായി അല്ലാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്ന് തന്നെയാണ്. ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന താൽപര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. കണ്ടോ, ഖുർആനിക ദൈവികമായ വചനത്തിലേക്ക് പോലും അന്ധമായി വരാൻ പാടില്ല. അതൊരു കാര്യം പറഞ്ഞാലും നാനും വേണമെന്ന് ആലോചിക്കുക, ബുദ്ധി കൊടുക്കുക, ചിന്തിക്കുക, എന്നിട്ടേ അത് സ്വീകരിക്കാവൂ എന്ന് സമ്മേളനത്തിലാണ് പ്രസംഗിച്ചത്. അത് വിവാദമായി. അപ്പം അവസാനത്തിന് ബോധ്യപ്പെട്ടു. കാരണം അമാനിമീൻ്റെ പരിഭാഷ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ഈ പറഞ്ഞതല്ല ഉദ്ദേശം. അത് സോഷ്യൽ മീഡിയ പലരും വിട്ടു. അദ്ദേഹം അംഗീകരിച്ചു. അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി തന്നെ കുറിപ്പിട്ടു, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഞാൻ ന്യായീകരിക്കുന്നില്ല, ഇനി ആരും അതെടുത്ത് പറയേണ്ടതില്ല. നമ്മൾ അംഗീകരിച്ചു, ശരി ആയിക്കോട്ടെ, പറയുന്നില്ല. പക്ഷേ പിന്നെന്തിനപ്പം കളിപ്പിട്ടത്? അതേ ആശയം സഭാബിൽ വീണ്ടും വന്നു. അപ്പൊ മനസ്സിലായി ഇത് വ്യതിയാനമല്ല, ഇത് അബദ്ധമല്ല. ശബാബില് സംസ്ഥാന പ്രസിഡന്റ് എഴുതിയ നേരത്തെ ഞാൻ വായിച്ച ലേഖനം, അതേ ലേഖനത്തിൽ പറയുന്നു, ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പോലും അവയുടെ യഥാർത്ഥ ഉദ്ദേശവും പൊരുളും അറിയാതെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യരുത് എന്നാണ് ദൈവകൽപ്പന. എന്നിട്ട് ഈ ആയത്ത് കൊടുത്തു, എന്ന ആയത്ത് കൊടുത്തിട്ട് പറയാം ഖുർആൻ വചനങ്ങളുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പ്രവാചക വചനങ്ങളുടെ കാര്യത്തിൽ അക്ഷരവായന ഉണ്ടാകാതിരിക്കാൻ നാം എത്രമാത്രം സൂക്ഷ്മത പുലർത്തണം. ഇത് സംസ്ഥാന പ്രസിഡന്റ് ലേഖനം ഇത് ശബാബിൽ പ്രസിദ്ധീകരിക്കാം. ഖുർആനിലെ ആയത്ത് കണ്ടാലും ആലോചിച്ചെടുത്താൽ മതി, ചിന്തിച്ചെടുത്താൽ മതി എന്ന് പറയുന്നിടത്തേക്ക് എത്തിയത് ഈ മൻഹജ് വിട്ടപ്പോഴാണ്.